മദ്യപിച്ച് അപകടകരമായി ഔദ്യോഗിക വാഹനമോടിച്ച ഡിവൈഎസ്പി കസ്റ്റഡിയിൽ. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി അനിലിനെയാണ് ആലപ്പുഴയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ വിവരങ്ങളുമായി MS ബനേഷ് ചേരുകയാണ്. ബനേഷ്, നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം തെറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുകയുണ്ടായത്. അതും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു നിയമലംഘനം ഡിവൈഎസ്പി നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾക്കെതിരെയും മദ്യപിച്ചുള്ള വാഹനാപകടങ്ങൾക്കെതിരെയും വലിയ രീതിയിൽ സംസ്ഥാന പോലീസും ആഭ്യന്തര വകുപ്പും ട്രാഫിക് വകുപ്പും വലിയ രീതിയിലുള്ള പ്രബോധനങ്ങളും പരസ്യങ്ങളും ഒക്കെ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാത്രിയിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത് യാത്ര ചെയ്യുകയും മദ്യപിച്ച് വലിയ രീതിയിൽ അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഡിവൈഎസ്പി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഡിവൈഎസ്പി അനിലിനെ മാധ്യമപ്രവർത്തകർ കാണുകയും ആ വാഹനത്തെ പിന്തുടരുകയും ചെയ്തത്. അങ്ങനെ പിന്തുടരുന്നതിനിടയിൽ വാഹനം ഒരു ഭാഗത്ത് നിർത്തിയിട്ട രീതിയിൽ വാഹനം കാണുകയുണ്ടായി. ആ വാഹനത്തിൻ്റെ പരിസരത്ത് നിന്ന് ആ വാഹനത്തിൻ്റെ വിശദമായ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിനകത്ത് ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നു. ആ കുട്ടി ആരുടേതാണ് എന്താണ് എന്നുള്ളത് അവ്യക്തമാണ്. ആ കുട്ടിയുടെ മുഖം നമ്മൾ മറച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആ കുട്ടി ആരുമാവട്ടെ എന്തുമാവട്ടെ, ഇത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പി ആയിട്ടുള്ള അനിൽ ആണ് ഈ രീതിയിൽ വാഹനം ഓടിച്ച് പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇങ്ങനെ വാഹനം ഓടിക്കരുത് എന്ന് ഉള്ള വാക്കുകൾ കേട്ടിട്ടും അത് കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തതുപോലെ അവിടെ നിന്ന് അദ്ദേഹം വാഹനം ഓടിച്ച് പോയത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ആ വാഹനത്തെ പിന്തുടരുകയുണ്ടായി. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഈ ഡിവൈഎസ്പി പിടിയിലായിരിക്കുകയാണ്. ആലപ്പുഴയിലെ ചന്തിരൂരിൽ വെച്ചാണ്, ആരൂർ പോലീസാണ് ഡിവൈഎസ്പിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള യാത്രയായിരുന്നു? ഔദ്യോഗികമായിട്ടുള്ള യാത്രയായിരുന്നോ അതല്ല വ്യക്തിപരമായിട്ടുള്ള യാത്രയായിരുന്നോ? ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വാഹനം ഉപയോഗിക്കുകയായിരുന്നോ? ഡിവൈഎസ്പി എന്നുള്ള നിലയ്ക്ക് ആ വാഹനം ഉപയോഗിക്കാൻ ഡ്യൂട്ടിക്ക് ശേഷം അധികാരമുണ്ടായിരുന്നോ? അതോ ഡ്യൂട്ടിയിൽ തന്നെ ആയിരുന്നോ? ഡ്യൂട്ടിയിൽ തന്നെ ആയിരുന്നെങ്കിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടി ആര്? മദ്യപിച്ച് വാഹനം ഒരു ഭാഗത്തുള്ള കുറ്റകൃത്യമായിട്ട് നിൽക്കുന്നു. ഔദ്യോഗികമായ വാഹനം ഉപയോഗിച്ചു എന്നുള്ളത് മറ്റൊരു കുറ്റകൃത്യമായിട്ട് നിൽക്കുന്നു. ഡ്യൂട്ടിക്കിടെയാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ സംസ്ഥാനത്ത് മദ്യപിച്ചുള്ള വാഹനമോടിക്കലിനെതിരെ കർശനമായിട്ടുള്ള പരിശോധന നടത്തും എന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരികയും അതിനിടയിൽ വലിയ ഉത്തരവാദിത്തമുള്ളൊരു പോലീസുകാരൻ ഈ രീതിയിൽ ഒരു കുറ്റകൃത്യത്തിന് സ്വയം നേതൃത്വം നൽകുകയും ചെയ്തതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ നിയമലംഘനത്തിൻ്റെ വിവരങ്ങൾ. ഹരിത.